അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയത് സാങ്കേതിക തകരാർ കാരണമെന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ. കപ്പലിലെ കണ്ടെയ്നറുകളിൽ നിന്ന് അപകടകരമായ ഒന്നും ചോർന്നിട്ടില്ല എന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. ജൂലൈ 3-നകം കപ്പൽ അടക്കം പുറത്തെത്തിക്കാനാണ് ശ്രമമെന്നും ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിംഗ് പ്രതിനിധികൾ വ്യക്തമാക്കി. കാലാവസ്ഥ പ്രതികൂലമായതല്ല കപ്പൽ മുങ്ങാൻ കാരണം. ബാലസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം തകരാറിലായതുകൊണ്ടാണ് കപ്പൽ ചെരിഞ്ഞത് എന്നാണ് പ്രാഥമിക നിഗമനം. ജീവനക്കാരുടെ പരിചയക്കുറവാണോ സാങ്കേതിക പ്രശ്നമാണോ എന്നതിൽ വ്യക്തത വരുത്താൻ അന്വേഷണം തുടരുകയാണ്. It is connected with some kind of mechanical failure in the ballast management system, which because it is to avoid the rolling and pitching, the heeling possibilities of the vessel. There are some technical failures in that part. That is what our preliminary assessment. അപകടകരമായ വസ്തുക്കളുള്ള 13 കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഒരു കണ്ടെയ്നറിൽ റബ്ബർ കെമിക്കലും 12 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡും. ഇതിൽ 7 എണ്ണം കപ്പൽ ചെരിഞ്ഞപ്പോൾ കടലിന് അടിത്തട്ടിലേക്ക് പോയി. 5 കണ്ടെയ്നറുകൾ മുങ്ങിയ കപ്പലിലുണ്ട്. ബാക്കിയുള്ള ഒരെണ്ണം കപ്പലിനടിയിലാണോ ഉള്ളത് എന്ന് സംശയിക്കുന്നു. Out of the 12 containers are having calcium carbide. Another container is not so. There is some rubber solution or something. Only out of 13, only 5 DG containers are on deck. Remaining are in the cargo hold of the ship. So that cannot come out. That will come out along with the ship whenever we are lifting. നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ മറൈൻ മർക്കന്റൈൽ ഡിപ്പാർട്ട്മെന്റ് നോഡൽ ഓഫീസറെ നിശ്ചയിക്കും. നഷ്ടത്തിന്റെ കണക്ക് തയ്യാറാക്കി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസറിന് സമർപ്പിക്കണം. The cost for cleaning up the environmental damage, the cost for deployment of resources for the first response, and damage caused due to livelihoods being affected would be taken up on a formal submission of claims and assessment. We will, as mentioned, nominate one nodal officer from the Directorate General of Shipping to coordinate this entire process. കപ്പലിനകത്തെ ഓയിൽ മുഴുവൻ മാറ്റുന്നതിനാണ് ആദ്യ പരിഗണന. കണ്ടെയ്നറുകളെല്ലാം വീണ്ടെടുത്ത ശേഷം കപ്പൽ പുറത്തെടുക്കുന്നത് തീരുമാനിക്കും. കപ്പൽ പുറത്തെടുക്കാനായില്ലെങ്കിൽ പാരിസ്ഥിതികാഘാതം ഉണ്ടാകാത്ത തരത്തിൽ സംസ്കരിക്കും. മത്സ്യം കഴിക്കാൻ പ്രശ്നമുണ്ടോ എന്ന് സംസ്ഥാന സർക്കാരാണ് പരിശോധിക്കേണ്ടതെന്നും ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിംഗ് വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കൊച്ചി.